കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നു. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് നോക്കി, അതൊക്കെയും നോർമൽ. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നു കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണെന്ന്, അഥവാ മലബന്ധം ആണെന്ന്. പല പാരൻസും ഇത് കേട്ടാൽ വിശ്വസിക്കില്ല. കാരണം കുട്ടി ഡെയിലി ടോയ്ലറ്റിൽ പോകുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ആവും? എന്നാൽ മിക്ക പാരൻസിനും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഒരു കുട്ടി ഡെയിലി ടോയ്ലറ്റിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. ദീർഘകാലമായി കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികളിൽ അവരുടെ വൻകുടലിൽ കെട്ടിക്കിടക്കുന്ന മലത്തിൽ നിന്ന് ഒരംശം മാത്രമേ ഡെയിലി ടോയ്ലറ്റിൽ പോകുമ്പോൾ പുറന്തള്ളുന്നുണ്ടാവുള്ളൂ. ബാക്കി നിൽക്കുന്ന കെട്ടിക്കിടക്കുന്ന മലം കുടൽ പുറന്തള്ളാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ശക്തമായ വയറുവേദന വരുന്നത്. ലോകമെമ്പാടുമുള്ള കുട്ടികളിൽ 5-ൽ 1 കുട്ടിക്ക് ഇത്തരം വയറ് സംബന്ധമായ വേദനകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് നമുക്കൊരു സ്കാനിലോ ബ്ലഡ് ടെസ്റ്റിലോ അറിയാൻ കഴിയില്ല. കുട്ടിയുടെ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് അവരെ എക്സാമിൻ ചെയ്താണ് പലപ്പോഴും ഡോക്ടേഴ്സ് ഈ കൺക്ലൂഷനിൽ എത്തുന്നത്. പൊക്കിളിന് ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറുവേദന, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അധികമായി സ്ട്രെയിൻ ചെയ്യുക, കട്ടിയിലുള്ള മലം പോവുക, ബ്ലഡ് പാസ് ചെയ്യുക, അതേപോലെ തന്നെ അണ്ടർവെയറുകളിൽ അല്പാൽപ്പം മലം പാസ് ചെയ്യുക, അറിയാതെ പോവുക, ഇതൊക്കെ ആവാം ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ്റെ ലക്ഷണങ്ങൾ. പലപ്പോഴും കൃത്യമായ ഭക്ഷണ രീതി, നന്നായി വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ചില ഘട്ടങ്ങളിൽ നമുക്ക് മരുന്നുകളും കൊണ്ടും ഇത്തരം കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കോൺസ്റ്റിപ്പേഷൻ എന്ന ഡയഗ്നോസിൽ വിശ്വസിക്കാതെ പലപ്പോഴും പിന്നെയും സ്കാൻ ചെയ്തതുകൊണ്ടോ ഡോക്ടറെ മാറ്റി കാണിച്ചതുകൊണ്ടോ ഇത്തരം വയറുവേദനകൾ മാറില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന വയറുവേദന ഉണ്ടാകുന്ന കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള മടി കാരണമാണ് വയറുവേദന എന്നാണ് പല പാരൻസും തെറ്റിദ്ധരിക്കാറ്. അവരുടെ യഥാർത്ഥ പ്രശ്നം നമ്മൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടിക്കും ഇതുപോലെയുള്ള വിട്ടുവിട്ടുള്ള വയറുവേദനയുണ്ടോ? എപ്പോൾ ഡോക്ടറെ കാണിക്കണം? അതിലുള്ള റെഡ് ഫ്ലാഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ടമ്മി എന്ന് കമൻറ്റ് ചെയ്യൂ.